ഒരു ബിസിനസ് തുടങ്ങി, അതിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു. 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ ബിസിനസ് വിജയിക്കില്ലെന്ന്. ഇത് വിജയിക്കാനുള്ള സാധ്യതയെല്ലാം അന്വേഷിച്ചപ്പോൾ അതില്ല. അതിൽ ട്രെൻഡ് മാറി, വേറൊരു ട്രെൻഡിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബിസിനസ് വിജയിക്കില്ലെന്നറിയാം. പക്ഷെ ഇയാൾ ഇത് നിർത്താത്തതിന് കാരണം എൻ്റെ 1.5 കൊല്ലം ഞാൻ ഇതിലിട്ടതല്ലേ, ഞാൻ 10-25 ലക്ഷം മുടക്കിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇതിനെ കണ്ടിന്യൂ ചെയ്യും. അത് ഒരുതരം തിങ്കിങ് എററാണ്. എന്തുകൊണ്ടാണ്? 1.5 കൊല്ലം പോയി, 25 ലക്ഷവും പോയി, ഇനി നടത്തിയാൽ ഒരിക്കലും വിജയിക്കില്ല എന്ന് പറയുന്ന സാധനം നടത്തിക്കൊണ്ടുപോകും, ഇനിയും സമയം പോകും. അപ്പൊ ഇതിനെ സങ്ക് കോസ്റ്റ് എഫക്റ്റ് എന്നാ വിളിക്കുക. അപ്പൊ ഇതുപോലെ തിങ്കിങ്ങിൽ എറർ സംഭവിക്കുന്നത് ഫാസ്റ്റായി ചിന്തിക്കുമ്പോഴാണ്. അപ്പോൾ ആ സമയത്ത് ബോധപൂർവം നമ്മുടെ ചിന്തകളെ സ്ലോ ആക്കുന്നതിനെയാണ് റിഫ്ലക്റ്റീവ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യൂ എന്ന് പറയില്ലേ, അതാണ് റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ന്. ഒരു ഓൺട്രപ്രനർക്ക് റിഫ്ലക്റ്റീവ് തിങ്കിങ് വളരെ വളരെ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ അതിലെടുക്കുന്ന ഡിസിഷൻസ് തെറ്റാൻ സാധ്യതയുണ്ട് എന്നൊരു വസ്തുതയാണ്.